നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. UAE-യിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനു പിന്നാലെ നാട്ടിലെ കുടുംബത്തോട് അവസാനമായി സംസാരിച്ച് ഇന്ത്യക്കാരിയായ യുവതി. ഷഹ്സാദി എന്ന 33-കാരിക്കാണ് അബുദാബി കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനകം ശിക്ഷ നടപ്പാക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അബുദാബിയിലെ അൽ വാതാബ ജയിലിൽ കഴിയുകയാണ് ഷഹ്സാദി ഇപ്പോൾ. അവസാന ആഗ്രഹം എന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ ഷഹ്സാദിയെ അനുവദിച്ചത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഷഹ്സാദി ഇത് തന്റെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ താൻ കൊല്ലപ്പെടുമെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. UP-യിലെ ബാന്ദ സ്വദേശിയാണ് ഷഹ്സാദി. ഏതു നിമിഷവും തന്റെ വധശിക്ഷ നടപ്പാക്കും. അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഈ ഫോൺ കോൾ എന്ന് യുവതി പറയുന്നു. വളരെ വൈകാരികത നിറഞ്ഞ മുഹൂർത്തമായിരുന്നു ഇത്. 2021-ലാണ് ഷഹ്സാദി ജോലി തേടി അബുദാബിയിലേക്ക് പോയത്. ഉസൈർ എന്ന പരിചയക്കാരന്റെ സഹായത്തോടെ അവർ UAE-യിൽ എത്തി. 2020-ൽ സോഷ്യൽ മീഡിയ വഴിയാണ് യുവതി ഉസൈറുമായി അടുപ്പത്തിലാകുന്നത്. വിദേശത്ത് ആഡംബര ജീവിതം നയിക്കാമെന്നും മുഖത്തുള്ള മുറിവുകളെല്ലാം മാറ്റി സൗന്ദര്യം വീണ്ടെടുക്കാമെന്നും ഇയാൾ യുവതിയോട് പറയുകയായിരുന്നു. ഇയാളുടെ മോഹന വാഗ്ദാനങ്ങളിൽ ആകർഷിക്കപ്പെട്ട യുവതി UAE-യിലേക്ക് പോകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. എന്നാൽ യുവതിയെ ഇയാൾ പണത്തിന് ആഗ്ര സ്വദേശികൾക്ക് വിൽക്കുകയായിരുന്നു. ഉസൈറിന്റെ ബന്ധുക്കൾ കൂടിയായ ഫൈസ് നദിയ ദമ്പതികൾക്കായിരുന്നു വിറ്റത്. ഇവർ യുവതിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയി. മകനെ നോക്കുന്നതിന് വേണ്ടിയായിരുന്നു യുവതിയെ ദമ്പതികൾ വാങ്ങിയത്. എന്നാൽ അധികം വൈകാതെ കുട്ടി മരിച്ചു. ഇതോടെയാണ് ഷഹ്സാദിയുടെ ജീവിതം ദുരിതപൂർണമാകുന്നത്. മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹ്സാദിയാണെന്ന് ആരോപിച്ച് ദമ്പതികൾ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്തു. അബുദാബി കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. കോടതി വിധിക്ക് പിന്നാലെ ഷഹ്സാദിയുടെ പിതാവ് ഷാബിർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും എല്ലാം കണ്ടിരുന്നു. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. കുട്ടിക്കാലം മുതൽ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം നയിച്ചയാളാണ് ഷഹ്സാദി. ചെറിയ പ്രായത്തിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണ് പൊള്ളലേറ്റത്. അങ്ങനെ ഷഹ്സാദിയുടെ മുഖത്ത് പൊള്ളൽ ഉണ്ട്. പൊള്ളലിന്റെ പാടുകൾ ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നു. 2020-ലാണ് സോഷ്യൽ മീഡിയയിലുമായി പരിചയപ്പെട്ട ഷഹ്സാദിയുമായി പരിചയത്തിലാകുന്നതും ഈ മുറിവുകൾ ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിലാണ് ഷഹ്സാദി എല്ലാം വിട്ടെറിഞ്ഞ് പോകാൻ തയ്യാറാകുന്നതും. ഇങ്ങനെയാണ് ഇവർ ആഗ്രയിലേക്ക് എത്തിയത്. പിന്നീട് അബുദാബിയിൽ എത്തിച്ചവരാണ് വീണ്ടും ഇവരെ കുടുക്കുന്നത്. ഫൈസ നദിയ എന്നീ ദമ്പതികളാണ് ഷഹ്സാദിയെ ഊരാക്കുടുക്കിൽ ആക്കിയത്. ഇവരുടെ മകൻ മരിച്ചത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് എന്ന് ഷഹ്സാദിയും പിതാവും വാദിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹ്സാദി തന്നെയാണെന്നാണ് ദമ്പതികളുടെ ആരോപണം. ഇതോടെ വധശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു. അബുദാബിയിലെ കോടതിയാണ് വധശിക്ഷ ശരിവച്ചത്. ഫെബ്രുവരി 16-ന് ഷഹ്സാദിയുടെ കുടുംബത്തെ തേടി ദുബായിൽ നിന്നും ഫോൺ കോൾ എത്തി. താൻ ഇപ്പോൾ ഏകാന്ത തടവിലാണെന്നും 24 മണിക്കൂറിനുള്ളിൽ തന്റെ വധശിക്ഷ നടപ്പിലാക്കുമെന്നും ജയിലധികർ പറഞ്ഞു എന്നാണ് ഷഹ്സാദി കുടുംബത്തോട് പറഞ്ഞത്. തന്റെ അവസാന ആഗ്രഹം എന്ന നിലയിലാണ് കുടുംബത്തോട് സംസാരിക്കാൻ അധികൃതർ അനുവദിച്ചതെന്ന് ഷഹ്സാദി പറയുന്നു. ഇതേസമയം ഈ ഫോൺ കോളിന് പിന്നാലെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹ്സാദിയുടെ കുടുംബം സർക്കാരിനെയും രാഷ്ട്രപതിയെയും സമീപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ എന്തായി എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം. അതിനായി പ്രവാസി മലയാളി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ.